ഇസ്ലാമിക തീവ്രവാദികൾ ഇന്നുവരെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയും ആരാധനാലയങ്ങൾ തകർത്തും ഇന്ത്യയിലെ ഭരണകൂടത്തോടും ഇതര മതസ്ഥരോടും പ്രതികാരം ചെയ്യാൻ മുജാഹിദീനുകളോട് ആഹ്വാനം ചെയ്യുന്ന മുഴുനീള കവർ സ്റ്റോറിയുമായി അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാൻ്റെ വോയിസ് ഓഫ് ഖുറാസാൻ മാസികയുടെ പുതിയ ലക്കം പുറത്തിറങ്ങിയിരിക്കുകയാണ്. താലിബാന്റെയും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെയും ഈറ്റില്ലമായ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാൻ്റെ ഈ ബഹുവർണ്ണ മാഗസീൻ്റെ പുതിയ ലക്കത്തിൽ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഭരണകൂടത്തിനും ഇന്ത്യയിലെ ഇതര മതസ്ഥർക്കും അവരുടെ വിശ്വാസങ്ങൾക്കുമെതിരെ പോരാടി അവരെ നശിപ്പിക്കേണ്ടതിനെക്കുറിച്ചാണ്. ബഹുദൈവ ആരാധകരായ ഇന്ത്യൻ ഭരണാധികാരികൾ മഹമ്മൂദ് ഗസ്നവിയെ നേരിടാൻ വീണ്ടും തയ്യാറായി കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന അതിതീവ്ര കലാപ ആഹ്വാനങ്ങൾ നിറഞ്ഞ ഈ ലേഖനത്തിൽ ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ജിഹാദി പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഇന്ത്യയിലെ ഭരണകൂടവും അവിടുത്തെ ബഹുദൈവ വിശ്വാസികളും ഇസ്ലാമിക സമൂഹത്തെ അപമാനിക്കുകയും അവരുടെ വിശ്വാസത്തെ അവഹേളിക്കുകയും ചെയ്യുന്നുവെന്നും അതുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യാൻ എല്ലാ മുസ്ലിമുകളും ജിഹാദിൻ്റെയും ഹിജ്റയുടെയും വഴി തെരഞ്ഞെടുക്കണമെന്നും ആഹ്വാനം ചെയ്യുന്ന ലേഖനത്തിൽ ഇന്ത്യയിലെ ബഹുദൈവ വിശ്വാസികളായ ജനത്തെ റോഡിൽ വെച്ച് കണ്ടാൽ അവരെ കാറുകൾ കൊണ്ട് ഇടിപ്പിച്ചും മൂർച്ചയുള്ള കത്തികൾ ഉപയോഗിച്ച് അവരുടെ വയറുകൾ കുത്തിക്കീറിയും അവരുടെ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും വീടുകളും വാഹനങ്ങളും വസ്തുവകകളും വിളകളുമെല്ലാം തീ കത്തിച്ച് ചാമ്പലാക്കി ഇല്ലാതാക്കണമെന്നും അതിനായി ആൾത്തിരക്കുള്ള ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സമ്മേളന സ്ഥലങ്ങൾ എന്നിവിടങ്ങൾ തന്നെ ലക്ഷ്യം വെക്കണമെന്നുമുള്ള ഭീകരമായ ആഹ്വാനങ്ങളാണ് ഈ മാഗസിനിൽ ഉള്ളത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവിടുത്തെ മറ്റു മതസ്ഥരായ ബഹുദൈവ ആരാധകരെ ഇത്തരത്തിൽ മറികടക്കണമെന്നും അതിന് കഴിയുന്നില്ലെങ്കിൽ ഹിജ്റ ഉണ്ടാക്കി ഇന്ത്യൻ ബഹുദൈവ ആരാധകരോട് പ്രതികാരം ചെയ്യണമെന്നും അതിനുള്ള പൂർണ്ണ സമ്മതത്തോടെ ലോകം മുഴുവനുമുള്ള ഇസ്ലാമിക പോരാളികൾ നിങ്ങൾക്ക് ഒപ്പമുണ്ടെന്നും മുജാഹിദുകളുടെ വാഹന വ്യൂഹവുമായി നിങ്ങൾ ഗാസയിലേക്ക് പുറപ്പെടുന്ന ഒരു ദിവസം ഉടൻ വരുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യക്കെതിരായുള്ള ഈ കലാപ ആഹ്വാനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആഗോള വ്യാപകമായി ഇസ്ലാമിക തീവ്രവാദികൾ കടുത്ത വൈരികളായി കരുതുന്ന ക്രൈസ്തവ സമൂഹത്തെ എവിടെ കണ്ടാലും ട്രക്കിടിച്ച് കൊല്ലണമെന്നും അവരുടെ രക്തം കൊണ്ട് റോഡുകൾ നിറയ്ക്കണമെന്നുമൊക്കെ ഇത്തരത്തിൽ മുമ്പും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ആഹ്വാനം നൽകിയിട്ടുണ്ട്. അത്തരം ആഹ്വാനങ്ങൾ ഏറ്റെടുത്ത് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും തീവ്രമത ചിന്തകൾ പേറുന്ന യുവാക്കളും കൗമാരക്കാർ പോലും ഇതേ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുകയാണ്. ഓസ്ട്രേലിയയിൽ ബിഷപ്പിൻ്റെ കഴുത്തിൽ കൗമാരക്കാരൻ കത്തി കുത്തിയിറക്കിയതും റഷ്യയിൽ വൈദികൻ്റെ കഴുത്ത് അറുത്തതും പള്ളികളും സിനഗോഗുകളും കത്തിച്ചതും ഏറ്റവും അടുത്ത് നടന്ന അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ്. ഇന്ത്യയിലെ ഇതര മതസ്ഥർ ഇസ്ലാമിക ശരീഅത്തിനെ പരിഹസിക്കുകയും ചില മുസ്ലിം അധികാരികളും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുകയാണെന്നാണ് ഈ ഖുറാസാൻ മാസികയിൽ ആരോപിക്കുന്നത്. അതിനാൽ ഇന്ത്യയിൽ ഉമ്മത്ത് ദുർബലമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുവെന്നും ഇപ്പോൾ ഖുറാനെയും പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെയും വിശ്വാസികളുടെ അമ്മമാരെയും ഇസ്ലാമിൻ്റെ ആചാരങ്ങളെയും എല്ലാ ധിക്കാരത്തോടും കൂടെ അപമാനിക്കുന്നുവെന്നുമാണ് അവരുടെ ആരോപണം. അതിനാൽ അതിനെതിരെ ശക്തമായി യുദ്ധം ചെയ്യണമെന്നും ഉമ്മത്ത് അതിൻ്റെ ഗതകാല പ്രതാപത്തോടെ വീണ്ടെടുക്കണമെന്നും എല്ലാ മുജാഹിദീനുകളോടും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വോയിസ് ഓഫ് ഖുറാസാനിലെ ലേഖനത്തിലൂടെ ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം സഹിതം മാഗസീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഫറവോ പൂർവ്വ ഇസ്രായേൽ ജനതയോട് ചെയ്തതുപോലെ മുസ്ലിങ്ങളെ അടിച്ചമർത്താനും അവരെ അടിമകളാക്കാനുമാണ് മോദി ആധുനിക കാലത്ത് ശ്രമിക്കുന്നതെന്നും അത്തരത്തിലുള്ള ഇന്ത്യൻ തവാഖീദിൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കണമെന്നും മഹമ്മൂദ് ഗസ്നവിയുടെ മക്കൾ അവരുടെ വീടുകളിലും നഗരങ്ങളിലും അവരെ രക്തത്തിൽ കുളിപ്പിക്കണമെന്നും അവരുടെ ആരാധനകൾ തകർക്കണമെന്നും അതാണ് ഏറ്റവും നല്ല വഴിയെന്നുമാണ് മാഗസീനിൽ പറഞ്ഞു വയ്ക്കുന്നത്. മോദി ഇസ്ലാമിൻ്റെ ബദ്ധശത്രുവാണെന്ന് ആരോപിക്കുന്ന ലേഖനത്തിലൂടെ അങ്ങേയറ്റം തീവ്രമായ കലാപ ആഹ്വാനമാണ് ഇന്ത്യക്കെതിരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറാസാൻ നടത്തിയിരിക്കുന്നത്. മുൻപ് പീസ് ഇൻ്റർനാഷണലിലെ മുൻ അധ്യാപകനും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ റിക്രൂട്ടറും അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന എറണാകുളത്തുകാരി സോണിയ സെബാസ്റ്റ്യൻ്റെ ഭർത്താവുമായ അഫ്ഗാനിൽ വെച്ച് തന്നെ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡുകാരനായ എഞ്ചിനീയർ അബ്ദുൾ റഷീദ് വാട്സപ്പ് വോയിസ് ക്ലിപ്പിലൂടെ നൽകിയ ആഹ്വാനത്തിന് സമാനമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതേ അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മാസികയുടെ ഇംഗ്ലീഷ് പതിപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഹിന്ദുമതവും ക്രിസ്തുമതവും ലോകത്ത് ഉണ്ടാകരുതെന്നും അതിനായി അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കുന്നവരെ കൊന്നൊടുക്കാനും തൃശ്ശൂർ പൂരത്തിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റാനും ഇതര മതസ്ഥരുടെ ഭക്ഷണത്തിൽ വിഷം കൊടുത്തും വെടിവെച്ചും കൊല്ലാനുമൊക്കെയാണ് അന്ന് അബ്ദുൾ റഷീദ് മലയാളികൾക്കായി നൽകിയ സന്ദേശത്തിൽ മലയാളത്തിൽ ആഹ്വാനം ചെയ്തത്. എന്തായാലും ഇസ്ലാമിക് സ്റ്റേറ്റിന് കടുത്ത ആരാധകരുള്ള നമ്മുടെ നാട്ടിൽ ഭരണകൂടങ്ങൾ കടുത്ത ജാഗ്രത പുലർത്തേണ്ട നാളുകളാണ്
വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്.